ഓഫീസറായിരുന്ന ഡോക്ടർ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതാണ് ഇപ്പോൾ പുതിയ വിവാദമായിരിക്കുന്നത്. ഇക്കാര്യം പരിശോധിക്കുകയാണ് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ബി ദിലീപ് കുമാർ. എന്തായാലും നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറും വിവാദത്തിൽപ്പെട്ടു. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ഡോക്ടർ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. നേരത്തെ ബംഗാളിൽ സുവേന്ദു അധികാരി അടുത്തിടെ അധികാരമേറ്റപ്പോൾ അവിടുത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത് മനോജ് കുമാർ അഗർവാൾ എന്ന സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയായിരുന്നു. 27 ലക്ഷം പേരുടെ പേരുകൾ അത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വെട്ടിമാറ്റുന്നതിന് നേതൃത്വം നൽകുകയും BJPയെ ഭരണത്തിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്തു എന്നായിരുന്നു ഡോക്ടർ മനോജ് കുമാർ അഗർവാളിനെതിരെ നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ആരോപണം. തൃണമൂൽ കോൺഗ്രസും അന്ന് സംസ്ഥാനത്ത് ഭരണത്തിലുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസും ഇതേ ആരോപണം വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതേ മനോജ് കുമാർ അഗർവാളിനെ അധികാരമേറ്റ് ഉടൻ തന്നെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഇക്കാര്യത്തിൽ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കള്ളച്ചന്തയിൽ മോഷ്ടാക്കളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതൊക്കെ വെച്ചാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഡോക്ടർ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള ചില പാർട്ടികൾ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ പിന്നീടൊരു സുപ്രധാന പദവിയിലേക്ക് വരുമ്പോൾ അതിനൊരു കൂളിംഗ് ഓഫ് പീരീഡ് നിശ്ചയിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഒരു താൽക്കാലിക കൂളിംഗ് ഓഫ് പീരീഡ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ രണ്ട് ബംഗാളിലായാലും കേരളത്തിലായാലും ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് ഇതിലൊരു അനുചിതമായി പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അത്തരത്തിലുള്ള അധികാരങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത് ആ സംസ്ഥാന കേഡറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യപ്രകാരം സംസ്ഥാന കേഡറിൽ നിന്നാണ് പേരുകൾ സമർപ്പിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമാണ്, അവരെ തിരിച്ച് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇവരുടെ കാര്യത്തിലൊക്കെ അത് ബംഗാളിൽ മനോജ് കുമാർ അഗർവാൾ ആയാലും സംസ്ഥാനത്ത് ഡോക്ടർ രത്തൻ യു കേൽക്കർ ആയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തെ സിഇഒയുടെ പുതിയൊരു സിഇഒ വരുന്നതുവരെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചുമതല കൂടി വഹിക്കാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് രത്തൻ യു കേൽക്കറോട്. ഇത് യഥാർത്ഥത്തിൽ ഇതാദ്യമല്ല ഇങ്ങനെ സംസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ തിരികെ സിഇഒ പദവിയിൽ നിന്ന് തിരികെ കേരള കേഡറിൽ സുപ്രധാന പദവികളിലേക്കൊക്കെ വരുന്നത്. പക്ഷേ അതിനൊക്കെ ചിലരുടെ കാര്യത്തിൽ ചില ഒരു കാലദൈർഘ്യമുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചിലരുടെ കാര്യത്തിൽ അത്തരം കാലദൈർഘ്യങ്ങൾ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. PJ തോമസ് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ട്, CVC ആയിട്ടുണ്ട്, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിട്ടുണ്ട്. PJ തോമസ് അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. നളിനി നെറ്റോ 11 വർഷക്കാലം കേരളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. ആ നളിനി നെറ്റോ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ചുമതല വഹിച്ചിരുന്നത് ഡോക്ടർ നളിനി നെറ്റോ ആയിരുന്നു. ആ നളിനി നെറ്റോ 2014 തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ ആഭ്യന്തര വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി തിരികെ വരികയാണ്, കേരള കേഡറിലേക്ക് തിരികെ വരികയാണ് ചെയ്തത്. പിന്നീട് 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ സെക്രട്ടറി ആവുകയും 2017 ആ കാലാവധി അല്ലെങ്കിൽ വിരമിക്കൽ സമയമായപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തതിനൊക്കെ കേരളത്തിൽ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പിന്നീട് ടിക്കാറാം EK മാജി ആയിരുന്നു പിന്നീട് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഓഫീസറായി വന്നത്. EK മാജി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ 2017 സംസ്ഥാനത്തെ കാർഷിക വകുപ്പിൻ്റെ സെക്രട്ടറിയായി, കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിക്കുകയാണ് ചെയ്തത്. അതിലേതാണ്ട് ഒരു വർഷത്തോളം ആ ഒരു ഇടവേള ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ടിക്കാറാം മീണ 2019 അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനും അദ്ദേഹമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന നിലയിൽ നേതൃത്വം നൽകിയത്. ടിക്കാറാം മീണയെ കേവലം 2 മാസം കഴിഞ്ഞപ്പോഴാണ് പ്ലാനിംഗ് ബോർഡിൽ സെക്രട്ടറിയായി അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാർ നിയമിച്ചത്. തുടർന്ന് സഞ്ജയ് കൗളിൻ്റെയും രാജേഷ് കുമാർ സിൻഹയുടെയും പേരുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥാനത്തേക്ക് കേരളം നൽകിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.